തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പം ലേറ്റസ്റ്റ്ലി OTT റിലീസിന് വന്നിട്ടുള്ള പുതിയ ചിത്രമാണ് ദ അഗാലി. ഈ ഒരു ചിത്രം ഏകദേശം ഞാൻ കാണണമെന്ന് വിചാരിച്ചിരുന്ന സിനിമയാണ്. കാരണം ഇതിൻ്റെ ട്രെയിലറൊക്കെ നല്ലൊരു പ്രതീക്ഷ തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൽ നാസറും വിനോദ് കൃഷ്ണയൊക്കെ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളിൽ വന്നിട്ടുള്ളത്. ചിത്രത്തിൻ്റെ കഥ നോക്കുകയാണെങ്കിൽ വേറൊന്നുമല്ല, ഒരു ഒരു കാട് പ്രദേശം, അവിടെ 2-3 ക്രൈംസ് ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ ക്രൈം നടക്കുന്നതിനെ പറ്റി പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ പുറകിൽ എന്താ സംഭവം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ മരിച്ചതെന്നൊക്കെയാണ് ഈ ഒരു എന്താ പറയുക, ഒരു നരബലിയും അതുപോലെ അങ്ങനെയുള്ള വിഷയം ചർച്ച ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ദ അഗാലി എന്ന് പറയുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ആർട്ടിസ്റ്റുകളുടെ പെർഫോം തന്നെയായിരുന്നു. നാസറും അതുപോലെ വിനോദ് കൃഷ്ണയും ഒക്കെ സൂപ്പറായി തന്നെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു. പിന്നെ ഇതിൽ എടുത്തു വച്ചിരിക്കുന്ന മേക്കിംഗ് രീതി തന്നെയാണ് ഒരു വെറൈറ്റി മേക്കിംഗ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലൊക്കെ വന്നിട്ടുള്ള കഥകളൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ്. ഏകദേശം നരബലിയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അതുപോലെ ഈ സാത്താൻ സേവയും അങ്ങനെയുള്ള വിഷയത്തെയൊക്കെ കേന്ദ്രീകരിക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. പിന്നെ അതിൽ കുറച്ച് എന്താ പറയുക, ഡാർക്ക്നെസ് ആയിട്ടുള്ള കുറച്ച്, അതായത് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഡാർക്ക്നെസ് ആയിട്ടുള്ള മേക്കിങ്ങിലാണ് ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളത്, നാസറിൻ്റെ ഒരു കഥാപാത്രം അദ്ദേഹം തകർത്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാലോ, ഏത് കഥാപാത്രം കിട്ടിയാലും അത് സൂപ്പറായി തന്നെ ചെയ്യുന്ന ആളാണ് ഈ നാസർ. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു കഥാപാത്രം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതിനനുസരിച്ച് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഈ ഒരു സിനിമ ഏകദേശം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബോറടിക്കേണ്ടായിട്ട്, പക്ഷേ ഒത്തിരി ലെങ്തി ആയി പോയി സിനിമ. കാരണം ഒറ്റ വാക്കിൽ തീർക്കാവുന്ന ഒരു സാധനമായിരുന്നു. ഒരു 1.5 മണിക്കൂറിന് ഇടയിൽ തീർക്കാവുന്ന ഒരു സാധനം 2 മണിക്കൂറായി വലിച്ചു നീട്ടി വെച്ചിരിക്കുകയാണ് ഈ അഗാലി എന്ന് പറയുന്നൊരു സിനിമ. ഏകദേശം അത്യാവശ്യം നല്ലൊരു ബോറടിയൊക്കെ സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോൾ ബോറടിയിലേക്കൊക്കെ മാറും. ഫസ്റ്റ് ഹാഫിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റിയ രംഗങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ ചിത്രം. അതുകൊണ്ട് തന്നെ വേറിട്ട ഒരു സിനിമ എന്ന് കൂടി പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഹൊറർ ത്രില്ലർ രീതിയിലുള്ള, അതായത് ഹൊറർ ത്രില്ലിംഗ് ആയിട്ടുള്ള എന്താ പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്ന ആളുകൾ, ഇഷ്ടപ്പെടുന്ന ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്പെടുത്താതിരിക്കില്ല. കാരണം അത്രയ്ക്ക് ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി സാധനം തന്നെയാണ്. ഈ തമിഴിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത തരം ഫീൽ നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തോന്നും. എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.